പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല. നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ആത്മാവ് തന്നെ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം, അതതിനകത്തെ പ്രത്യേകത. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഇതൊരു ഫാക്റ്റ്. വി ഡു നോട്ട് നോ ഫോർ വാട്ട് വി ഷുഡ് പ്രേ ഫോർ. അല്ലേ? മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ പ്രേയിങ് വിത്ത് അവർ ഇന്റലിജൻസ്, ആൻഡ് അവർ ഇന്റലിജൻസ് സേസ് ദിസ് ഈസ് നീഡഡ് ഫോർ യു, ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ദി ബിഗസ്റ്റ് ഫോളി ഇഫ് വി സീ ഇറ്റ് ഇൻ എ സ്പിരിച്വൽ മാനർ. ആത്മാവിൽ കാര്യങ്ങളെ കാണുമ്പോൾ, അതുകൊണ്ടാണ് ആത്മീകർക്ക് ആത്മീകമായത് തെളിവാകുന്നത്, അല്ലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് മൈഗ്രെയിൻ തരണേ, എനിക്ക് ക്യാൻസർ തരണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ബുദ്ധി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചിലപ്പം കർത്താവ് എനിക്ക് ക്യാൻസർ തരണേ എന്നൊക്കെ ആയിരിക്കും, ആർക്കറിയാം. അതുകൊണ്ട് ആരും ഇനി അന്യഭാഷ പറയുന്നത് നിർത്തുമെന്ന് വേണ്ട. കാര്യം വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇതാണ് ആത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെ ദൈവം നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ് ആ പാഠം? എപ്പോഴും അവനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ഇനി പ്രശ്നമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രശ്നമില്ലെങ്കിലും എന്ത് വേണം? ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകണം. കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്റ്റേജ്. ഓക്കെ, അവിടെയാണ് ജെറമയ 33:3 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിനക്ക് അഗോചരവും നീ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്തതുമായ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരത്തെ ഞാൻ തരികയാണ്. ദൈവത്തിന്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അന്ന് നമ്മൾ അവനോട് എന്തെങ്കിലും ചോദിക്കുകയില്ല. കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. ആ യാചകൻ പറയുന്നത് പോലെ എന്താ നമുക്ക് ചോദിക്കാനുള്ളത്? നമുക്ക് തരാനുള്ളതെല്ലാം കർത്താവ് തന്നു കഴിഞ്ഞില്ലേ. ഇതിൽ കൂടുതൽ എന്താ ആവശ്യമുള്ളത്? വി നീഡ് നത്തിങ് മോർ. അതാണ് അവിടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി 2 കൊരിന്ത്യർ 3-ാം 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമുക്ക് ശരിക്കും ഈ വേദഭാഗം നമ്മള് വേദപുസ്തകത്തിന്റെ ആകമാനമായ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു താക്കോൽ പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധവും നമ്മൾ എന്തായിത്തീരും എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യവും എല്ലാം പറയുന്നതാണ്. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നത് അവിടെ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ അവിടുത്തെ വാസമാണ്, അല്ലാതെ ചെറിയ കാര്യങ്ങളല്ല. 17-ാം വാക്യം വായിക്കുമ്പോൾ, നൗ ദ ലോർഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് വേർ ദർ ഇസ് എ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദർ ഇസ് ഫ്രീഡം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് വി ഓൾ വിത്ത് അൺവെയിൽഡ് ഫേസ് ബിഹോൾഡിംഗ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. അങ്ങനെ നാം എല്ലാവരും മൂടുപടം നീങ്ങിയവരായി, അവിടെ എഴുതിയിരിക്കുന്നത് നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന, വി ആർ ബിഹോൾഡിംഗ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. വി ആർ ബിഹോൾഡിംഗ്. മൂടുപടം നീങ്ങി കഴിയുമ്പോഴത്തേക്ക്, അതായത് പഴയ നിയമത്തിന്റെ പ്രവൃത്തിയുടെ ഒരു പ്രത്യേകത, അവിടെ എന്തുണ്ടായിരുന്നു? ഒരു വെയിലുണ്ടായിരുന്നു. ഇപ്പൊ എന്തില്ല? ഒരു വെയിലില്ല, മൂടുപടമില്ല. മൂടുപടമില്ലാത്തത് കൊണ്ട് യു ക്യാൻ സീ ഗോഡ്സ് ഗ്ലോറി ഡയറക്ട്ലി. യു ആർ എന്ററിംഗ് ഇൻ ടു ഗോഡ്സ് ഗ്ലോറി ആൻഡ് യു ആർ സ്റ്റേയിങ് ദർ ബിഹോൾഡിംഗ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ആ തേജസ്സിനെ നമ്മളിങ്ങനെ നോക്കി ബിഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാണുകയാണ്. കാണുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയാണ്. വി ആർ നോട്ട് ലീവിങ്, വി ആർ നോട്ട് ജസ്റ്റ് കമ്മിങ് ഓൺ സൺഡേസ്. ഇവിടെ നമ്മൾ ഗ്ലോറിയൊക്കെ നമുക്ക് എന്നേ ഉള്ളൂ, സൺഡേസിലേ ഉള്ളൂ. ഇതല്ല, അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ തേജസ് നമ്മളിലേക്ക് അടിച്ച് ഇല്ലേ? ഞങ്ങളുടെ ഹൃദയങ്കായ ഒരു വല്യമ്മച്ചിയുണ്ട്. ഈ വല്യമ്മച്ചി ആര് വല്യമ്മച്ചിയെ കണ്ടാലും ഫോട്ടോ എടുത്തു പോകും. അത്രയ്ക്ക് നല്ലൊരു വല്യമ്മച്ചിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഇവിടെ എല്ലാം നല്ല പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് പച്ച കുത്തിയ പാടുകളും. ഷീസ് വെരി ബ്യൂട്ടിഫുൾ. പണ്ട് കാലത്ത് ഈ ആളുകൾ പിടിച്ചോണ്ട് പോകാതിരിക്കാൻ മുഖം വിരൂപമാക്കാൻ ഇവരിതൊക്കെ ചെയ്യുന്നത്. അതായത് ഇവരുടെ മുഖത്തൊക്കെ ഇങ്ങനെ പാടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ അസാമാന്യ സൗന്ദര്യം ഉള്ളവരായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവർ ഒത്തിരി പ്രായമുള്ള, പക്ഷെ കണ്ണിങ്ങനെ അടഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കണ്ണടഞ്ഞു പോകാനൊരു കാര്യമുണ്ട്. ഫോട്ടോ എടുത്തെടുത്ത് ഇവരുടെ എന്ത് ചെയ്തു? അങ്ങ് അടഞ്ഞുപോയി. എപ്പോഴും ആര് കണ്ടാലും, മാത്യുവിക്ക് അറിയാം, അമ്മച്ചി അറിയാം, ആര് കണ്ടാലും ഫോട്ടോ എടുത്തു പോകും. അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരു പ്രായമുള്ള ഒരു സ്ത്രീയാണ്.
ഒത്തിരി പ്രായമുണ്ട്, കണ്ണടഞ്ഞു പോയിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെട്ടമടിച്ച് എന്താ അമ്മച്ചിയുടെ കണ്ണങ്ങ് അടഞ്ഞുപോയി എന്ന് പറയുന്നത് പോലെ, അതിപ്പോ ഒരു ഫ്ലാഷ് അല്ല ഉള്ളൂ. ആൻഡ് വെൻ വി ആർ ബിഹോൾഡിംഗ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് കണ്ടിന്യൂസ്ലി, അവിടെ അതിനകത്ത് പ്രത്യേകത. അങ്ങനെ അവന്റെ തേജസ് നമ്മിലേക്ക് പ്രതിഫലിച്ച് എല്ലായ്പ്പോഴും ആ തേജസ് നമ്മിലേക്ക് വന്നുകൊണ്ടേ, അങ്ങനെ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. സോ വെയിലങ്ങ് മാറിയത് കൊണ്ട് മോസസിന്റെ മുഖത്ത് എന്തുണ്ടായിരുന്നു? വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മറയുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ മറയുണ്ടല്ലോ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഹിയർ? ദർ ഇസ് നോ വെയിൽ. ദാറ്റ് മീൻസ് ദ ഗ്ലോറി ജസ്റ്റ് കമ്മിങ് ടു യു ഡയറക്ട്ലി. ഒരു വെയിലും ഇല്ലാതെ, അങ്ങനെ ഒരു മൂടുപടമില്ലാതെ അവന്റെ തേജസ് ഇങ്ങനെ നമ്മിലേക്ക് പ്രതിബിംബിച്ച് സംതിങ് എൽസ് ഈസ് ഹാപ്പനിങ്. എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവന്റെ അതേ പ്രതിമയായി രൂപപ്പെടുകയാണ്. അല്ലെ, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതാണ്. ആൻഡ് ബീയിങ് ചേഞ്ച്ഡ് ഇൻ ടു ഹിസ് ലൈക്നെസ്. ആൻഡ് ബീയിങ് ചേഞ്ച്ഡ് ഇൻ ടു ഹിസ് ലൈക്നെസ്. അതായത് മോർഫിങ്ങിലൊക്കെ നമ്മളിപ്പം കമ്പ്യൂട്ടറിനകത്ത് ടെക്നോളജിയിൽ നമ്മൾ മോർഫ് ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ നമ്മളെ വേറൊരാളാക്കാൻ എന്താണ്, ഒറ്റയൊരു പടത്തിലല്ല ചെയ്യുന്നത്. എങ്ങനെയാണ്? 1000 ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ എന്നെ മോർഫ് ചെയ്ത് വേറൊരാളാക്കണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു പടത്തിൽ ഒരു ഫ്രെയിമിൽ എന്റെ പടവും മറ്റേ ഫ്രെയിമിൽ വേറൊരാളുടെ, ഇപ്പൊ ഞാനിപ്പം മേ ബി നല്ല ആരുടെയെങ്കിലും ഒരാളുടെ പടമാണെന്ന് വെച്ചു. പിള്ളേർക്കൊക്കെ ഒത്തിരി ആൾക്കാരുടെ പടമൊക്കെ ആഗ്രഹം കാണുമായിരിക്കും, നമുക്ക് അറിയത്തില്ല. അപ്പോ അങ്ങനെ ഒരു ഷാരൂഖ് ഖാന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പടം ആണ് എന്റെ പടം അങ്ങനെ ആക്കണമെങ്കിൽ ഒരു ഫ്രെയിമിൽ എന്റെ പടവും അടുത്ത ഫ്രെയിമിൽ ഷാരൂഖ് ഖാന്റെ പടവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മോർഫ് ചെയ്തെന്ന് അറിയാൻ പറ്റുമോ? ഇറ്റ് ഇസ് ഡിഫറെന്റ്. പക്ഷെ ഇതെന്നറിയാമോ? ഫ്രം 1 degree to other degree. അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്. And we all with unveiled face beholding the glory of the Lord are being changed into his likeness from 1 degree of glory to the other. Praise the Lord. അതെങ്ങനെ സംഭവിക്കുന്ന അറിയാമോ? ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ പോയി ഇരിക്കുമ്പോഴാണ്, പ്രാർത്ഥനയിൽ അങ്ങനെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആ രൂപത്തെ നമ്മൾ കണ്ണാടി പോലെ അവന്റെ തേജസ്സിനെ നമ്മളിൽ പ്രതിഫലിപ്പിച്ച്, തേജസ്സിന്റെ 1 ഡിഗ്രിയിൽ നിന്ന് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, തേജസ്സിന്മേൽ തേജസ് എന്ന് പറയുന്ന അവിടെ വാക്കതാണ്. ഫ്രം 1 degree of glory to the other degree of glory. മോർഫിയമിൽ ഉണ്ടാകുന്നത് പോലെ. അങ്ങനെ ഫൈനലി വാട്ട് ഹാപ്പൻസ്? അവന്റെ അതേ പ്രതിമയായി നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. അപ്പോൾ കർത്താവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടാനുള്ള മാർഗം എന്നാന്ന് ചോദിച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് സിറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. വേറെ ഒന്നുമില്ല. വേറെ എങ്ങനെ മാറുന്നത്? നമ്മുടെയൊക്കെ ചിന്ത, നമ്മുടെ എല്ലാം ചിന്ത തന്നെയല്ല, നമ്മൾ വിശ്വസിക്കുന്നതും എല്ലാം നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, കർത്താവ് വരുമ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാവരും അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുമെന്നാണ്. അതുവരെ സാധാരണ പോലെ ജീവിച്ചാലും കർത്താവ് വരുമ്പോഴത്തേക്ക് എല്ലാവരും എന്തോ ആകും, അതേ. അങ്ങനൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഫ്രം 1 degree to the other degree. എപ്പോഴാണ് ഇത് പ്രതിമ രൂപാന്തരപ്പെടുന്നത്? മോർഫ് ചെയ്യുന്നത് പോലെയാണ്, പെതിയാണ്. ഫ്രം 1 degree to the other degree. ആത്മാവാകുന്ന കർത്താവുമായിട്ട്. അവിടെ എഴുതിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, ദ ലോർഡ് ഈസ് സ്പിരിറ്റ്. കർത്താവ് ആത്മാവാകുന്നു, ഇല്ലേ? അതൊരു സ്പിരിച്വൽ യൂണിയൻ ആണ്, ഒരു സ്പിരിച്വൽ യൂണിയൻ. ആൻഡ് മീ ആൻഡ് മൈ ലോർഡ്, വി ആർ ഇൻ സ്പിരിച്വൽ യൂണിയൻ, ഇല്ലേ? ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ളത് ഫിസിക്കൽ യൂണിയൻ ആണ്. പക്ഷെ കർത്താവും ഞാനും തമ്മിലുള്ളത്, ഐ എം ഹിസ് ബ്രൈഡ് ആൻഡ് ഹി ഈസ് മൈ ബ്രൈഡ് ഗ്രൂം. പക്ഷെ ആ ബ്രൈഡ് ഗ്രൂം എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ യൂണിയൻ ആണ്. ആ സ്പിരിച്വൽ യൂണിയനിൽ അവന്റെ മുഖം ഇങ്ങനെ എന്നിൽ പ്രതിഫലിച്ച് വെയിലില്ലല്ലോ, അല്ലേ? മറ്റൊരാളുടെ പുറത്ത് അന്യനായ ഒരാളുടെ അടുത്ത് പോവുകയാണെങ്കിൽ സ്ത്രീ എന്തിട്ടുകൊണ്ടാണ്? വെയിലിട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? വെയില് മാറ്റിക്കളയുന്നു, ഇല്ലേ? അങ്ങനെ ആ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് പ്രതിഫലിച്ച് 1 ഡിഗ്രിയിൽ നിന്ന് മറ്റൊരു ഡിഗ്രിയിലേക്ക് ഉയർന്ന് അവന്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്ന ഒരു സ്റ്റേജ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വിഷയങ്ങളെക്കുറിച്ചും കൂടെ, ഇത് കംപ്ലീറ്റ് എല്ലാം അങ്ങ് തീർത്തല്ല പോകുന്നത്. സം ടൈംസ് ഇറ്റ് കംസ് ഇൻ ബിറ്റ്വീൻ. കാര്യം നമ്മളുടെ ഈ സമയത്തിന്റെ ഓരോ ഇതനുസരിച്ച് ഒരു സ്ലോട്ട് വെച്ച് ഞാനിങ്ങനെ പോവുകയാണ്. ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ വീണ്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സം ടൈംസ് ഇറ്റ് കംസ് അഗൈൻ. ഓക്കെ, പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബ്രദറെ, നമ്മൾ പ്രാർത്ഥിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ചിലർക്കാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ സമയമൊക്കെ ഉള്ളതുകൊണ്ട് വിഷയം വെച്ച് പ്രാർത്ഥിക്കും. ചില ആളുകൾ പറയുന്നത്, ഞാൻ ദിവസത്തിൽ ഒരു തീരുമാനം എടുത്തു 3 മണിക്കൂർ പ്രാർത്ഥിക്കുമെന്ന്. പക്ഷെ ബ്രദറെ വിഷയമില്ല, അതുകൊണ്ട് വിഷയം എന്നോട് പറയണേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മുടെ ജോലിയാണ് എന്തോ ആ വിഷയം കൊടുക്കണം.
ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കി സോൾവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വിഷയം ഉണ്ടാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അടിസ്ഥാനപരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു പ്രേ ഫോർ അവർ. ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയുകയാണ്. അതിനകത്തുനിന്ന് ചിലതിന്റെ ഡിവിഷൻസ് പലതുണ്ടാവാം, എങ്കിലും അതിന്റെ ഒരു ഞാനിതെങ്കിലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വേദസം വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു പ്രേ ഫോർ അവർ പേഴ്സണൽ ഹോളിനെസ് ആൻഡ് ഓൾസോ വി നീഡ് ടു പ്രേ ഫോർ എ സേഫ് ലാൻഡിങ്. ഞാൻ കൊടുത്ത ഒരു പേരാണ് സേഫ് ലാൻഡിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യാണ്, നമ്മുടെ പേഴ്സണൽ ഹോളിനെസ് വേണം. പക്ഷെ അതേസമയം നമുക്കുള്ള വലിയൊരു പ്രാർത്ഥന, കർത്താവിന്റെ സന്നിധി നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ലജ്ജിതരല്ലാതെ നിൽക്കാൻ കർത്താവ് പറയുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അവന്റെ വരവിങ്കൽ നമ്മൾ ലജ്ജിക്കാതെ അവന്റെ മുമ്പിൽ സേഫായിട്ട് നിൽക്കാണ്. സേഫ് ലാൻഡിങ് ഞാൻ വാക്കങ്ങ് ഉപയോഗിച്ചെന്നുള്ളൂ. ഒരു സേഫ് ലാൻഡിങ്. എല്ലാം ഓടിക്കഴിഞ്ഞിട്ടൊരു ഇറങ്ങുന്ന കൂട്ടത്തിൽ ടയറൂരി പോയി കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് സേഫ് ലാൻഡിങ്ങിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആൻഡ് ഓൾസോ വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. ദർ ഇസ് സംതിങ് ഡിഫറെന്റ്. വി നീഡ് ടു പ്രേ ഇൻ ദ സ്പിരിറ്റ്. അത് വീണ്ടും വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും രണ്ടും രണ്ടാണ്. ആൻഡ് വി നീഡ് ടു പ്രേ ഫോർ ഈച്ച് അതർ. വി നീഡ് ടു പ്രേ ഫോർ ദ സെയിൻസ്. വി നീഡ് ടു പ്രേ ഫോർ ലേബറേഴ്സ്. വേലക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വി നീഡ് ടു പ്രേ ഫോർ റിവൈവൽ ആൻഡ് വി നീഡ് ടു ഇന്റർസീഡ് ഫോർ ദ നേഷൻസ്. യെസ്, ഇതുപോലെയുള്ള പല പല വിഷയങ്ങൾ വേദോസം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് പഠിപ്പിച്ചായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. The first thing, we need to pray for our personal holiness. That's a very important thing. നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. That's very important. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ശുദ്ധീകരണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. പക്ഷെ ശുദ്ധീകരണവും അതുകൊണ്ട് ചേർന്ന് പോകണം. അല്ലെ പിന്നെ എന്നും പിന്നെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയെ നമുക്ക് കാണത്തുള്ളൂ. ശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിൽ അത് കാര്യമില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയാണ്, അവന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ സകല പാപം പോക്കുന്നതും തന്നെയല്ല, എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. നമ്മൾ പലപ്പോഴും പാപം പോക്കുന്നത് നമുക്കറിയാം, കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കും. പക്ഷേ ശുദ്ധീകരണം കൂടെ വളരെ അത്യാവശ്യമുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഒരു വല്യമ്മച്ചി എന്നും പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ജീവിതത്തിൽ ഒത്തിരി ചിരന്തി വരെയുണ്ട്, കർത്താവെ എല്ലാം അടിച്ചു വാരണേ, കർത്താവെ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. ഇന്നലെ എല്ലാം ഒത്തിരി മാറാല കെട്ടി അതെല്ലാം കർത്താവെ തൂക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത്. ഒരു ദിവസം പാസ്റ്റർ ഇത് കേട്ടിട്ട് പറഞ്ഞു, കർത്താവെ ഇന്ന് ആ ചിലന്തി വരെ തൂക്കുന്ന കൂട്ടത്തിൽ ആ ചിലന്തിയെ കൂടെ തല്ലിക്കൊല്ലണേ കർത്താവെ. അവൻ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചിലന്തി വരെ തൂക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എല്ലാ ദിവസവും വൈകുന്നേരം ചിലന്തി വരെ തൂക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആ ചിലന്തിയെ തല്ലിക്കൊല്ലാനോട്ട് സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പാപങ്ങളുടെ മോചനം ഒരു കാര്യം, പാപങ്ങളുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. നമ്മൾ വീണ്ടും പറയാം, ഞാനിത് ഓർത്ത് പെട്ടെന്ന് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോ നമ്മള് പഠിച്ചു വന്ന കൂട്ടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹിൻഡ്രൻസസ് ഓഫ് പ്രയർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രധാനമായും പറഞ്ഞത് എന്തൊക്കെയാണ് പ്രാർത്ഥനയുടെ ഉത്തരത്തിന് തടസ്സമായി നിൽക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ പ്രത്യക്ഷ പാപങ്ങൾ, രണ്ട് നമ്മൾ പഠിച്ച കാര്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ പാപങ്ങൾ, മൂന്നാമത്തേത് നമ്മുടെ ഹൃദയത്തിനപ്പുറത്ത് അന്തർഭാഗത്തുള്ളതായ പാപങ്ങൾ. ഇതെല്ലാം എന്താണ് ഈ കാര്യങ്ങളൊക്കെ ദൈവികമായി ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനുള്ള തടസ്സങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. സദൃശവാക്യങ്ങൾ 15:8 വാക്യത്തിലൂടെ കാണുന്നത്, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, തന്നെ പിന്തുടരുന്നവരെ അവൻ സ്നേഹിക്കുന്നു. എന്നാൽ നീതിയെ പിന്തുടരുന്നവരെ അവൻ സ്നേഹിക്കുന്നു. ദുഷ്ടന്മാരുടെ യാഗങ്ങൾ യഹോവയ്ക്ക് വെറുപ്പെന്ന, അവൻ കേൾക്കത്തില്ലെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് അബോമിനബിൾ. ദൈവത്തിന് അത് വെറുപ്പാണ്. ദുഷ്ടന്മാരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല, അത് പറയുന്നുണ്ട്. പാപികളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പാപം എന്താണ്? തീർച്ചയായും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് ഒരു തടസ്സമാണ്. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു തടസ്സമെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ഈവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ഒരു അബോമിനേഷനാണ്. അവന്റെ ദൃഷ്ടിയിൽ ഒരു അപമാനമാണ്. അവന് നമ്മളെ കാണുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു സ്റ്റേജാണ്. ദുഷ്ടന്മാരുടെ പ്രാർത്ഥന അവന് വെറുപ്പാകുന്നു. 28-ാം അധ്യായത്തിലും അതുപോലെ തന്നെ അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകും. നമ്മള് ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ, സപ്പോസ് വി ആർ നോട്ട് റെഡി ടു ഒബേ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ദ ലോർഡ്,
അവിടെ മോളിലൊക്കെ പറയുന്ന വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം, പ്രായോഗികമായി വിശുദ്ധി സൂക്ഷിക്കാത്തവനും വന്ന് പ്രാർത്ഥിക്കാം. അന്ന് പ്രാർത്ഥിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എന്തോരും സ്വർഗത്തെ ഇറക്കി കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കും, കരച്ചിലായിരിക്കും, എന്തെല്ലാം ഉണ്ടായിരിക്കും. മോളി പറഞ്ഞില്ലേ, പലിശ വാങ്ങിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് അല്ലേ. ആദ്യപക്ഷക്കാർക്ക് സഖിയാകുവാനോ, അപ്പനെ അപമാനിക്കുന്നു, പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവന് വേണ്ടി അത് ശേഖരിക്കുന്നു, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. സംടൈംസ് we are not giving up our sins and still we pray. Most of the people, നമ്മുടെ മനസ്സിലൊക്കെ എന്തോ ഒരു ചിന്തയുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണെന്നുള്ളൊരു ചിന്തയുണ്ട്. നോ,